Hi guys, അപ്പോൾ Samsung Galaxy Z Flip3 5G. ഓക്കെ, നമ്മൾ ഇന്നലെ Samsung Galaxy Z Fold റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഒരു രക്ഷയില്ലാത്ത ഫോണായിരുന്നു. ഒരു വേറെ ലെവൽ ഡിസൈനിലുള്ള ഒരു ഫോണാണ്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ രണ്ട് ഫോണുകളിൽ ഒന്നായ Samsung Galaxy Z Flip3 5G. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോൺസ് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് ജപ്പാൻ സ്ക്വയർ എന്നുള്ളൊരു മൊബൈൽ ഷോപ്പാണ്. അവർക്ക് ഒരുപാട് ഷോറൂംസ് ഉണ്ട്. കൊണ്ടോട്ടി, തിരൂര്, അതുപോലെ തന്നെ എറണാകുളം ഒരുപാട് ഷോറൂംസ് ഉണ്ട് കേട്ടോ. അവർ നമുക്ക് ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാനോ അങ്ങനെ എന്ത് ആവശ്യമോ അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റോ അങ്ങനെ എന്ത് വാങ്ങാനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ Samsung Galaxy Z Flip3 5Gന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ, അതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ്, അങ്ങനെ കുറച്ച് റിവ്യൂ. ഓക്കെ, എങ്ങനെയുണ്ട് ആ ഫോൺ നമുക്ക് നോക്കാം. ജസ്റ്റ് കിടുക്കാച്ചിയാണോ അല്ലെന്നൊക്കെ. ഇത്തരത്തിലുള്ളൊരു ബോക്സിലാട്ടോ Samsung Galaxy വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ Galaxy Z Flip3 5G എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ Samsung Galaxy Z Flip3 5G നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ പിറകൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. സോ നല്ല വേറെ ലെവൽ ഡിസൈനാണ്. സോ എല്ലാവർക്കും അറിയാം ഫ്ലിപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേര്. സോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ മടക്കിയിട്ട് നേരെ പകുതിയാക്കി മടക്കാനായിട്ട് പറ്റും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ഇതിൽ. വളരെ സിമ്പിളാട്ടോ, അത് മടക്കാൻ വളരെ സിമ്പിളാണ്. മടക്കുമ്പോൾ തന്നെ സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിനി ഫോണ് ബൂട്ട് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ Samsung Galaxy Z Flip3 5G ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മടക്കുന്ന ഭാഗം ആ എഡ്ജ് കറക്റ്റ് കാണുന്നേ ഇല്ല കേട്ടോ. നമ്മൾ ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കാണത്തേ ഇല്ല. കറക്റ്റ് നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഭയങ്കര സ്മൂത്ത്, അൾട്രാ സ്മൂത്തുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻ കേസ് നമ്മളിങ്ങനെ മടക്കുമ്പോൾ വരെ നല്ല കൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻറ്റോ ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ മാത്രമല്ല നമുക്ക് മടക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡിസ്പ്ലേയും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതും ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഫ്ലിപ്പബിൾ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് ഭയങ്കര ടഫാണെന്ന്. ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു പുസ്തകം മടക്കുന്ന പോലെ നമുക്കിത് മടക്കി യൂസ് ചെയ്യാവുന്നതാണ്. സോ വളരെ എന്താ പറയുക, സെറ്റ് ഫോണ്. ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് സാധനം. 183 ഗ്രാമാണ് ആ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ്, ഒരു നോർമൽ വെയിറ്റ് എന്നാണ് പറയാം. 183 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ തിക്നെസ് അല്ലെങ്കിൽ കട്ടി നോക്കുകയാണെങ്കിൽ 6.9 മില്ലിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ 6.9 സെൻറ്റിമീറ്റർ വരുന്നത് നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ നേരെ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 14 to 16 mm വരെ തിക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു കട്ടിയാണ്. പക്ഷേ നമുക്ക് ഫോൺ എന്ത് ചെയ്യാം, ഒരു കൈ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും, ഫോണിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഈ സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് ആണ് വന്നുള്ളത്. പക്ഷേ പിറകിൽ ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിറകിൽ ഗോറില്ല ഗ്ലാസ് ഉണ്ട്, ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് ആണ്. ഇതിലും നമുക്ക് IP-X8ന്റെ വാട്ടർ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഏകദേശം 1.5 മീറ്റർ ആയത്തിൽ 30 മിനിറ്റോളം ഈ ഫോൺ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പൈപ്പ് തുറന്നിട്ട്, ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, പൈപ്പ് തുറന്നിട്ട് ഫോൺ ക്ലീൻ ചെയ്യാം. നല്ല സോപ്പൊക്കെ ഇട്ട് വരച്ച് കഴിയാലും ഒരു പൈപ്പും പറ്റില്ല എന്നാണ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ട് സംഭവം ശരി തന്നെയാണ്. നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. പിന്നെ ഇതിൽ സിമ്മ് നോക്കുകയാണെങ്കിൽ സിം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നോർമൽ സിമ്മും നാനോ സിമ്മായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കുഴപ്പമില്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിസൈനാണ്. കാരണം ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും അറിയാണ്ടോ, ഇത് മടക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 6.7 ഇഞ്ചിൻ്റെ ഒരു ഫോൾഡബിൾ ഡൈനാമിക് ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റിയൊരു ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വന്നുള്ളത്. 6.7 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ നീളം വരുന്നത് 6.7 ഇഞ്ചാണ്. സോ മാത്രമല്ല 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. സോ ഗെയിം കളിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ HDR10+ന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ വീഡിയോസും ഫോട്ടോസും അങ്ങനെ എല്ലാം ഗെയിം കളിക്കുമ്പോൾ അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് വേറൊരു ഡിസ്പ്ലേ കൂടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇതിന് വേറൊരു കുഞ്ഞു ഡിസ്പ്ലേയും കൂടി ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. നേരെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. 1.9 എന്താ പറയുക ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, ആ ചെറിയ ഡിസ്പ്ലേ വരെ. അതും അത്യാവശ്യം നല്ല രീതിക്കുള്ള എന്താ പറയുക ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക്
വെയിലത്ത് നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നമുക്ക് ഫോൺ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാം. മാത്രമല്ല ഈ ഫോണിന് 426 പിക്സൽ പെർ ഇഞ്ച്, അതായത് PPI വരുന്നത് 426 ആണ്. ഈ ഫോൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡിസൈനും മറ്റേത് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള മൂവീസ്, ഗെയിംസ്, വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോണിൽ കാണാൻ പറ്റും. ഒരു പ്രശ്നങ്ങളും ഞാൻ ഉറപ്പ് പറയാണ്, ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേന്റെ കാര്യത്തിലും ഡിസൈനിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ഫീൽ ചെയ്യില്ല. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോസസർ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ നോക്കാം. സോ ഇതിൽ പവർഫുൾ ആണോ അല്ലേ എന്നൊക്കെ നോക്കാം. സോ നമ്മൾ ഫോൾഡിൽ സാംസങ് ഗാലക്സി Z ഫോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം പ്രോസസർ തന്നെയാണ് ഇവിടെ വരുന്നത്. Qualcomm Snapdragon 888, സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസസറാണ്. 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഇതിലും വന്നുള്ള ഒരു ഒക്ടാ കോർ പ്രൊസസറും കൂടിയാണ്. സോ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു പ്രൊസസറാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇതിൽ Android 11 വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാംസങ്ങിന്റെ സ്വന്തം ഇന്റർഫേസ് ആയിട്ടുള്ള One UI 3.1 കൂടി കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ പാടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു യൂസർ ഇന്റർഫേസ് ആണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു പ്രൊസസറും അത്യാവശ്യം നല്ലൊരു ഇന്റർഫേസും കൂടി ഉണ്ട്. സോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. പിന്നെ ഗ്രാഫിക്സ്, നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രാഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്രീനോന്റെ 660 നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ഗെയിമും പബ്ജിയൊക്കെ വേറെ ലെവലായിട്ട് കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്കുള്ള എന്ത് ചെയ്യുക ഗ്രാഫിക്സും പവറും പെർഫോമൻസും ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 സ്റ്റോറേജ് ആണുള്ളത്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ റാം നോക്കുകയാണെങ്കിൽ അതും ഫാസ്റ്റ് ആയിട്ടുള്ള LPDDR5 റാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഒന്നും അവർ ഡൗൺഗ്രേഡ് ചെയ്തില്ല, എല്ലാം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത് എന്താ വെച്ചാൽ ഇതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യില്ല കേസ്. ഓക്കെ, ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. പക്ഷേ 128 GB സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസറാണ്. പിന്നെ ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഞാൻ ഫോൾഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവറായിട്ടുള്ള ഹീറ്റിംഗ് അല്ല, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്. പക്ഷേ സഡൻ ആയിട്ട് തന്നെ കൂളാവുന്നുണ്ട്. നമ്മൾ ഫോൺ യൂസ് ചെയ്ത് നിർത്തിയാൽ സഡൻ ആയിട്ട് തന്നെ ഫോൺ കൂളാവുന്നുണ്ട്. സോ അതൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ക്യാമറ. ഈ ഫോണിന്റെ ക്യാമറ എങ്ങനെയുണ്ട്? നമ്മൾ Z ഫോൾഡിന്റെ ക്യാമറ നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്തൊരു മീഡിയം ക്യാമറ ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഫോണിൽ എന്ത് തരം ക്യാമറയാണെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? സോ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. നമ്മൾ ഐഫോണൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. സോ ഡുവൽ ക്യാമറ ആയതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞുണ്ടാവോ? എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ക്യാമറ സാമ്പിൾസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ 12 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12 മെഗാ പിക്സൽ വെച്ചിട്ട് കുറച്ച് കാണുന്നു വേണ്ട, നമുക്ക് ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് നല്ല രീതിക്ക് നടന്നുകൊണ്ടൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഫൂട്ടേജസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. മാത്രമല്ല ഇതിൽ നമുക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ f2.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു 10 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇവിടെ ഫ്രണ്ട് ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4K റെസൊല്യൂഷനിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് ഈ Z Flip3 എടുത്ത കുറച്ച് സാമ്പിൾസ്, അതായത് ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതും കണ്ടിട്ട് വരും, ലെറ്റ്സ് ഗോ. ക്യാമറ മോഡ്സ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ടേക്ക്, അതേപോലെ തന്നെ പോർട്രേറ്റ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് എന്ന ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ വീഡിയോ മോഡിൽ നമുക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാം. മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. AR ഡൂഡിൽസ്, AR വിഷൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. സോ എന്തായാലും നമുക്ക് ക്യാമറ സാമ്പിൾസ് കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോ കേട്ടോ. ബാക്ക് ക്യാമറയിലുള്ള മൈക്കുമാണ്, ഫോണിൻ്റെ മൈക്കാണ്. ഞാൻ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. സോ അത്യാവശ്യം ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ട് അല്ലേ, കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ നോർമലായിട്ടാണ് നടക്കുന്നത്. സോ വലിയൊരു ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 12 മെഗാ പിക്സലിൻ്റെ സെൻസർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ബാക്ക് ക്യാമറയിൽ ഉപയോഗിച്ചുള്ള വീഡിയോ സെറ്റപ്പാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിലുള്ള ഫൂട്ടേജ് ആട്ടോ. ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഞാനിപ്പോൾ നടക്കുന്നുണ്ട്. സോ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല കേസ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്, ഒരു ക്യാമറ പിടിക്കുന്ന ഒരു വ്യൂ കിട്ടുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ക്വാളിറ്റി ആയിരിക്കും ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾ വീഡിയോസ് എടുത്താൽ കിട്ടാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ക്വാളിറ്റി. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. വലിയ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല.
അപ്പോൾ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ Z Foldൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരു ക്യാമറേൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൊരു ഫോണല്ല, പകരം പെർഫോമൻസും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഡിസൈനും ഡിസ്പ്ലേ ആണ് ഇതിന് മെയിനായിട്ട് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡിസൈനാണ് അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുള്ളത്. സോ ക്യാമറ ഒരു നോർമൽ ക്യാമറ, അതായത് നമ്മളെ ചടപ്പിക്കാതെ, അതായത് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തരുന്നത്, ഓവറായിട്ട് ക്വാളിറ്റി തരാത്തയും ഒരു മീഡിയം ലെവലുള്ള ഒരു ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബാറ്ററി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 3300 mAh ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ബാറ്ററി കമ്പാരിറ്റീവ്ലി ഇപ്പോഴുള്ള ഈ ഫോണിൻ്റെ പൊതുവെ ബാറ്ററികൾ വരുന്ന വെച്ച് നോക്കുമ്പോൾ ഇതൊരു 3300 കുറവാണ്. കാരണം 10,000 mAh ആൻഡ്രോയിഡ് ഫോണുകൾ വരെ ഇറങ്ങി തുടങ്ങി. സോ 3300 mAh ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണുള്ളത്. സോ ഫാസ്റ്റ് ചാർജിങ്ങും കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 10 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വയർലെസ് ആയിട്ട് 10 വാട്ട് സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാം. 4.5 വാട്ട് റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അതായത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് Z Flip3 ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ള ഫോണുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസോ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് കുറച്ച് ഫീച്ചേഴ്സും കൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് C പോർട്ട് വെച്ചിട്ട്, അതായത് ചാർജിങ് കേബിളിൽ ഇയർഫോൺ കണക്ട് ചെയ്തിട്ട് പാട്ട് അല്ലെങ്കിൽ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. സോ ഗെയിമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഐഫോൺ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഹെഡ്സെറ്റിൻ്റെ കാര്യത്തിൽ ഇത് കിട്ടുക. പിന്നെ ഇതിൽ NFC വരുന്നുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആട്ടോ. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടുക. സോ അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ വന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി, നല്ല രീതിക്കുള്ള സൗണ്ട്, നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ വീഡിയോസ് കാണുമ്പോഴോ നല്ല രീതിക്കുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ട് ആയത് 5G ഡിവൈസ് ആണ്. അപ്പോൾ എത്ര 5G ബാൻഡ്സ് ഉണ്ടെന്ന് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം 8-10 5G ബാൻഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. 10 ആണെന്ന് തോന്നുന്നത് കറക്റ്റ്. സോ ഇപ്പോഴത്തെ 5G വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 5G ബാൻഡ്സ് 10 ഉണ്ടായതുകൊണ്ട് ഒരു ഇഷ്യൂസും വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 5G ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഫീച്ചേഴ്സും റിവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഒരു കിടിലൻ ഫോൺ. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാവരും കാത്തിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഫോണിന് എന്ത് ചെയ്യുക, പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം ഇതൊരു വെറൈറ്റി ഡിസൈനുള്ള ഫോണാണ്, ഫ്ലിപ്പ് ചെയ്യാൻ വരുന്നത്. സോ അതിൻ്റെ പ്രൈസും അത്യാവശ്യം ഉണ്ടാവും. എത്രയെന്ന് വെച്ചാൽ 84,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ്. എന്നാലും ഈ അത്യാവശ്യം നല്ലൊരു ഡിസൈനും സ്പെക്കൊക്കെ വരുന്നൊരു ഡിവൈസ് ആയതുകൊണ്ട് ഈ ഒരു പ്രൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫ്ലിപ്പബിൾ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ. സോ നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാൻ, സെയിൽ സ്റ്റാർട്ട് ചെയ്തില്ല, പ്രീ ബുക്ക് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജപ്പാൻ സ്ക്വയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് എടുക്കാനായിട്ട്. ഇപ്പോൾ Z Foldൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടു, നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക ഒരു ലാഭം കിട്ടുന്ന ഒരു വ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിൽ കിട്ടിയിട്ടില്ല. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പുതിയ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുണ്ടാകും. അതുവരെ ഗുഡ് ബൈ.